Hi dears, welcome to today's chemistry class. In the last class, we have discussed with thermochemical reactions. What is thermochemical reactions? Yes, reactions which liberate or absorb heat are called thermochemical reactions. The word thermo means heat. So, the term thermochemical reaction means heat related reactions. Okay. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പറയാൻ വിട്ടതാണ് തെർമോ മീൻസ് ഹീറ്റ് ആണ് അല്ലെ. അപ്പൊ ഹീറ്റുമായി റിലേറ്റ് ചെയ്ത റിയാക്ഷൻ അതാണ് തെർമോകെമിക്കൽ റിയാക്ഷൻസ്. തെർമോകെമിക്കൽ റിയാക്ഷൻ 2 ടൈപ്പ് ഉണ്ട്, എക്സോതെർമിക് ആൻഡ് എൻഡോതെർമിക്. എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ടുഡേ വി ആർ ഗോയിങ് ടു ടേക്ക് എ ന്യൂ ടോപ്പിക് ദാറ്റ് ഈസ് സെക്കൻഡ് type of chemical reaction, that is photochemical reactions. So today we are going to discuss what is photochemical reactions and also what is electrochemical reactions. Okay, അപ്പോൾ നമ്മൾ ഇന്ന് രണ്ട് ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഫോട്ടോകെമിക്കൽ റിയാക്ഷൻസും അതുപോലെ ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻസും. ഓക്കെ, റെഡി? സി, ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ. Photo means light. Photo means light. So, the photochemical reaction is related to light related reactions. അല്ലെ? അപ്പോ ലൈറ്റിന്റെ എന്തോ ഒരു പരിപാടിയാണ് ഫോട്ടോകെമിക്കൽ റിയാക്ഷനിൽ നടക്കുന്നത് അല്ലെ. മേ ബി അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് ആവാം ഓർ ലിബറേഷൻ ഓഫ് ലൈറ്റ് ആവാം അല്ലെ. നമ്മള് തെർമോകെമിക്കൽ റിയാക്ഷൻ പറഞ്ഞ പോലെ തന്നെ. എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. We know that photosynthesis. നിങ്ങൾക്ക് എന്താണ് ഫോട്ടോസിന്തസിസ് എന്നറിയാം അല്ലെ. ഫോട്ടോസിന്തസിസ് is a chemical reaction that is responsible for the sustaining of life in earth. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ ജീവൻ നിലനിൽക്കാൻ തന്നെ കാരണമായിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു കെമിക്കൽ പ്രോസസ് ആണ് ഫോട്ടോസിന്തസിസ് അല്ലെ. അപ്പൊ നിങ്ങൾക്കറിയാം ഫോട്ടോസിന്തസിസ് ചെറിയ ക്ലാസ്സിൽ തൊട്ടേ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ കെമിക്കൽ റിയാക്ഷൻ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, അതായത് പ്ലാന്റ്സ് ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെ. എന്നിട്ട് ഈ ഗ്ലൂക്കോസിനെ എന്ത് ചെയ്യുന്നു? സ്റ്റാർച്ച് ആയിട്ട് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു, അന്നജമായിട്ട് അവിടെ സ്റ്റോറേജ് വെക്കുന്നു അല്ലെ, പ്ലാന്റ്സിന്റെ ലീഫില്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. അപ്പൊ നമുക്ക് ആ കെമിക്കൽ റിയാക്ഷന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ആ കെമിക്കൽ റിയാക്ഷന്റെ പ്രോസസ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. സി, ഇതാണ് ഫോട്ടോസിന്തസിസ് സമയത്ത് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ. അതായത് വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ലൈറ്റിന്റെ പ്രസൻസിൽ കമ്പൈൻ ചെയ്തിട്ട് ഗ്ലൂക്കോസ്, ദാറ്റ് ഈസ് സ്റ്റാർച്ച്, ഗ്ലൂക്കോസ് ആണ് പിന്നെ സ്റ്റാർച്ച് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്സിജനും ഉണ്ടാകുന്നു അല്ലെ. ഇപ്പൊ നമുക്കറിയാം പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്തിട്ട് നമുക്ക് ശ്വസിക്കാൻ വേണ്ട ഓക്സിജനെ വിട്ടുതരുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന പ്രോസസ് തന്നെയാണ്. ഓക്കെ, പറയാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കി വെക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ്? മനുഷ്യർ പുറത്തു വിടുന്നതാണ് അല്ലെ, വാതകം. അതിനെ എന്ത് ചെയ്യും? പ്ലാന്റ്സ് അബ്സോർബ് ചെയ്തിട്ട് നമുക്ക് ശ്വസിക്കാൻ വേണ്ട ഓക്സിജന് വിട്ടുതരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പ്ലാന്റ്സ് ഒക്കെ നന്നായി നട്ടുപിടിപ്പിക്കണം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ്? ഓക്സിജന്റെ പ്രസൻസ് നമ്മുടെ നാച്ചുറൽ കൂടും. അപ്പൊ നമുക്ക് നന്നായി ബ്രീത്ത് ചെയ്യാൻ വേണ്ട ഓക്സിജൻ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഇക്വേഷൻ രൂപത്തിലേക്ക് മാറ്റി എഴുതാം. ദിസ് ഈസ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ഫോട്ടോസിന്തസിസ്. ദാറ്റ് ഈസ് 6H2O, that is water. Then 6CO2, carbon dioxide. In the presence of light, we get glucose. This is glucose. And this is oxygen. Okay. അപ്പോ ഇവിടെ എന്താണ്? ലൈറ്റിനെ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്തത് അല്ലെ. അപ്പൊ റിയാക്ടന്റിന്റെ സൈഡില് ലൈറ്റ് വന്ന് അല്ലെങ്കിൽ ഹീറ്റോ ലൈറ്റ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ അബ്സോർപ്ഷൻ ആണ് നടക്കുന്നത്. പ്രോഡക്റ്റിന്റെ സൈഡിലാണ് ഹീറ്റോ അല്ലെങ്കിൽ ലൈറ്റോ. ഇപ്പൊ നമ്മൾ ലൈറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഫോട്ടോ മീൻസ് ലൈറ്റ് ആണ്. അപ്പൊ റിയാക്ടന്റിന്റെ സൈഡിൽ ലൈറ്റ് വന്നാൽ ആ റിയാക്ഷൻ ലൈറ്റ് അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷനും, പ്രോഡക്റ്റിന്റെ സൈഡിൽ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അത് റിയാക്ഷൻ ലൈറ്റിനെ
ലിബറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പുറത്തുവിടുന്ന റിയാക്ഷനും ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വേറൊരു ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എക്സാമ്പിൾ ആണ് പറയാൻ പോകുന്നത്. അതായത് സാൾട്ട് ദാറ്റ് ടേൺസ് ബ്ലാക്ക് ഇൻ സൺലൈറ്റ്. നോക്കൂ, എക്സ്പെരിമെന്റ് മീൻസ് പറയാം. ഷേക്ക് സം സിൽവർ ബ്രോമൈഡ് ഇൻ 2 ഡ്രൈ വാച്ച് ഗ്ലാസസ്. അതായത് 2 വാച്ച് ഗ്ലാസ്സിലായിട്ട് സിൽവർ ബ്രോമൈഡ്, അതായത് ഒരു നമ്മൾ ഉപ്പിന്റെ ഒക്കെ പോലത്തെ ഒരു സാൾട്ട് ആണ്, അതെടുക്കുക. എന്നിട്ട് റാപ്പ് 1 ഓഫ് ദം വിത്ത് എ ബ്ലാക്ക് പേപ്പർ. ഇതില് ഒരു വാച്ച് ഗ്ലാസ്സിൽ എടുത്തിട്ടുള്ള സിൽവർ ബ്രോമൈഡിനെ നമ്മൾ ഒരു ബ്ലാക്ക് പേപ്പർ കൊണ്ട് കവർ ചെയ്യാം. കീപ് ബോത്ത് ഓഫ് ദം ഇൻ സൺലൈറ്റ് ഫോർ സം ടൈം. ഈ 2 വാച്ച് ഗ്ലാസ്സിൽ എടുത്തിട്ടുള്ള സിൽവർ ബ്രോമൈഡ് ഒന്ന് നമ്മൾ പേപ്പർ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട്. ഇതിനെ 2നെയും നമ്മൾ സൺലൈറ്റിൽ കൊണ്ടുവെക്കാം. ഓക്കെ, ദെൻ വാട്ട് ഡു യു ഒബ്സർവ്? അപ്പൊ നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? ഇൻ വിച്ച് വാച്ച് ഗ്ലാസ് ഡസ് ദ കളർ ഓഫ് സിൽവർ ബ്രോമൈഡ് ചേഞ്ചസ്? ഏത് വാച്ച് ഗ്ലാസ്സിൽ എടുത്തിട്ടുള്ള സിൽവർ ബ്രോമൈഡിനാണ് ചേഞ്ച് വന്നിട്ടുള്ളത്? വിച്ച് ഫോം ഓഫ് എനർജി വാസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് കെമിക്കൽ ചേഞ്ച്? ഏത് എനർജിയാണ് ഇങ്ങനെ ഒരു കെമിക്കൽ ചേഞ്ചിന് കാരണമായിട്ടുള്ളത്? അപ്പോ ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് മിസ് നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോ വിട്ടുതരുന്നുണ്ട്, വാട്സപ്പിൽ വിട്ടുതരാം. ഓക്കെ, അപ്പൊ ഈ സിൽവർ ബ്രോമൈഡ് ഒരു യെല്ലോയിഷ് കളർ ആയിരിക്കും ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മള് ഇതിനെങ്ങനെ സൺലൈറ്റിൽ കൊണ്ടുവെക്കുന്ന സമയത്ത് 2 വാച്ച് ഗ്ലാസ് എടുത്തത് കൊണ്ടുവെക്കുമല്ലോ. അപ്പോ നമ്മൾ പേപ്പർ കൊണ്ട് പൊതിഞ്ഞതിന് ഒരു കളർ മാറ്റോ ഒന്നും സംഭവിക്കൂല. പിന്നെ കളർ ചേഞ്ചസ് സംഭവിക്കുന്ന എന്തിനാണ്? യെസ്, നമ്മള് പൊതിയാത്ത അല്ലെങ്കിൽ നമ്മൾ ഓപ്പൺ ആയിട്ട് ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ചിട്ടുള്ള സിൽവർ ബ്രോമൈഡ് യെല്ലോയിഷ് കളർ ആയിട്ടുള്ള ആ കളറിൽ നിന്ന് മാറിയിട്ട് എന്തായിട്ടുണ്ടാവും? ഒരു ബ്ലാക്ക് കളർ, ഒരു ചാര കളറായിട്ട് മാറിയിട്ടുണ്ടാവും അല്ലെ? അപ്പോ എന്തുകൊണ്ടാണ് നമ്മൾ പൊതിഞ്ഞ അല്ലെങ്കിൽ പേപ്പർ കൊണ്ട് റാപ്പ് ചെയ്ത സിൽവർ ബ്രോമൈഡിന് ഒന്നും സംഭവിക്കാതിരുന്നത്? യെസ്, അവിടെ എന്താണ്? അവിടെ സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ കഴിയുന്നില്ല അല്ലെ? പക്ഷെ ഇവിടെ ഡയറക്റ്റ് സൺലൈറ്റിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ്? ഇവിടെ ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് എന്തോ ഒരു റിയാക്ഷൻ അവിടെ നടന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് സിൽവർ ബ്രോമൈഡ് ചേഞ്ചസ് ടു സിൽവർ. ഓക്കെ, സിൽവർ ബ്രോമൈഡ് സിൽവർ ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അതാണ് അവിടെ ആ കളർ ചേഞ്ച് വരാൻ കാരണം. ഓക്കെ, അപ്പൊ ഇവിടെ കളർ ചേഞ്ച് വരാൻ കാരണമായിട്ടുള്ള എന്തിന്റെ പ്രസൻസ് കൊണ്ടാണ് അങ്ങനെ കളർ ചേഞ്ച് വന്നത്? യെസ്, ദിസ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെയും എന്താണ്? ലൈറ്റിന്റെ അബ്സോർപ്ഷൻ കൊണ്ടാണ് ഈ റിയാക്ഷൻ നടന്നിട്ടുള്ളത് അല്ലെ? അപ്പൊ ഇതും ഒരു ടൈപ്പ് ഓഫ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ആണ്. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സം മെഡിസിൻസ്, അതായത് ഇപ്പോ ടോണിക് പോലെയുള്ള ചില സിറപ്പുകളൊക്കെ കാണാം, ഒരു ബ്രൗൺ ബോട്ടിലാണ് നമ്മൾ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുക അല്ലെ? എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? യെസ്, അവിടെ എന്താണ്? ലൈറ്റിന്റെ അബ്സോർപ്ഷൻ നടന്നിട്ട് ഈ മെഡിസിന് എന്തെങ്കിലും റിയാക്ഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ? അപ്പൊ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതിനകത്ത് മരുന്നിന് വേറെ എന്തെങ്കിലും ക്വാളിറ്റി വന്നു കഴിയും. ഓക്കെ, അപ്പൊ നമ്മൾ വിചാരിച്ച രോഗത്തിന് അത് കഴിക്കാൻ കഴിയില്ല. നമ്മൾ എന്തിനാണ് ബ്രൗൺ ബോട്ടിൽസ് പോലുള്ള ഡാർക്ക് ബോട്ടിൽസിൽ ഈ മെഡിസിൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത്? യെസ്, ടു പ്രിവെന്റ് ദ അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ്. ലൈറ്റിന്റെ അബ്സോർപ്ഷൻ പ്രിവെന്റ് ചെയ്തിട്ട് അവിടെ വേറെ കെമിക്കൽ റിയാക്ഷൻസ് ഒന്നും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്? ഹെൽത്തിന് പ്രോബ്ലംസ് ഉണ്ടാക്കും അല്ലെ? നമ്മൾ വിചാരിച്ച രോഗത്തിന് അത് കഴിക്കുന്ന ആ എഫക്റ്റ് നമുക്ക് കിട്ടില്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് 2 റിയാക്ഷൻസും ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ടില്ലേ? ലൈറ്റിന്റെ പ്രസൻസിൽ നടന്ന റിയാക്ഷൻസ് ആയിരുന്നു. ഇനി ലൈറ്റ് ലിബറേറ്റ് ചെയ്യുന്ന ഒരു റിയാക്ഷൻ, ഒരു കെമിക്കൽ റിയാക്ഷൻ പരിചയപ്പെടണ്ടേ? യെസ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? നമ്മുടെ മിന്നാമിന്നി, ഫയർഫ്ലൈ. മിന്നാമിന്നി എന്തുകൊണ്ടാണ് ഇങ്ങനെ മിന്നാമിന്നി പോകുന്ന സമയത്ത് ഇങ്ങനെ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് പോവാൻ സാധിക്കുന്നത്? യെസ്, ഇറ്റ് ഈസ് ഓൾസോ ഡ്യൂ ടു എ കെമിക്കൽ റിയാക്ഷൻ. അതായത് ഈ ഫയർഫ്ലൈന്റെ, മിന്നാമിന്നിന്റെ ബോഡിയിൽ നടക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടാം. ലൈറ്റ് എനർജി എമിറ്റ് ചെയ്യാൻ കാരണം അല്ലെങ്കിൽ ലൈറ്റ് എമിറ്റ് ചെയ്യാൻ കാരണം ആസ് എ റിസൾട്ട് ഓഫ് ദി ഫോർമേഷൻ ഓഫ് ഓക്സി ലൂസിഫറി ത്രൂ ദ റിയാക്ഷൻ ബിറ്റ്വീൻ
luciferin and oxygen in the presence of luciferase, an enzyme present in the firefly's body. അതായത് ഈ ഫയർഫ്ലൈന്റെ ബോഡിയിൽ ഒരു എൻസൈമാണ് ലൂസിഫറൈസ് എന്ന് പറഞ്ഞ ഒരു എൻസൈം. ഇതിന്റെ പ്രസൻസിൽ ലൂസിഫറിൻ എന്ന് പറയുന്ന കെമിക്കൽസും ഓക്സിജന്റെ പ്രസൻസിലും കൂടി ഒരു റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ ഓക്സി ലൂസിഫറിൻ എന്നൊരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് ബയോലൂമിനസെൻസ്. ഈ ഫിനോമിനനെ, പ്രതിഭാസത്തെ നമ്മൾ ബയോലൂമിനസെൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, 95% of the energy liberated in this process is in the form of light. അപ്പോ ഇവിടെ ഉണ്ടാകുന്ന ആ ബയോലൂമിനസെൻസ് എന്ന പ്രോസസ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി പുറത്തേക്ക് വിടുന്നത് ലൈറ്റ് എനർജി ആയിട്ടാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ഈ എനർജി പുറത്തേക്ക് വിടുന്ന സമയത്ത് ഹീറ്റ് ഫീൽ ചെയ്യാതെ അവിടെ ലൈറ്റിന്റെ പ്രസൻസ് കിട്ടുന്നത്. ഓക്കെ, അപ്പോ ഈ ഫയർഫ്ലൈന്റെ ബോഡിയിൽ നടക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ, അതായത് ആ റിയാക്ഷൻ കൊണ്ടാണ് അവിടെ ലൈറ്റ് പുറത്തു വിടുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ ലൈറ്റ് എമിറ്റിംഗ് റിയാക്ഷൻ ഓർ ലൈറ്റ് പ്രൊഡ്യൂസിംഗ് റിയാക്ഷൻ ഓർ ലൈറ്റ് ലിബറേറ്റിംഗ് റിയാക്ഷൻ. ഓക്കെ, ഇങ്ങനെ റിയാക്ഷൻസ് വിച്ച് അബ്സോർബ് or liberate light energy or light is called photochemical reactions. Okay, അതായത് റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ പുറത്തു വിടുകയോ അല്ലെങ്കിൽ ലൈറ്റ് അബ്സോർബ് ചെയ്യുക, ലൈറ്റ് സ്വീകരിക്കുന്നതോ ആയിട്ടുള്ള റിയാക്ഷൻസിനെ നമ്മൾ ഫോട്ടോകെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ചാണ്. അപ്പോ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ് എന്താണ് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇലക്ട്രോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക്കൽ എനർജിയെയാണ്. ഓക്കെ, അപ്പോ കറണ്ട്, ഇലക്ട്രിക്കൽ എനർജി. അപ്പൊ ഇലക്ട്രിക്കൽ എനർജീനെ ലിബറേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുകയോ ചെയ്യുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, വീണ്ടും നമ്മൾ ഒരു എക്സ്പെരിമെന്റിലൂടെയാണ് ഈ റിയാക്ഷൻസ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് തൊട്ട് മുന്നായിട്ട് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസിൽ നമ്മൾ കുറച്ച് ന്യൂ ടേംസ് പരിചയപ്പെടുന്നുണ്ട്. ഒന്ന് ഇലക്ട്രോഡാണ്, രണ്ട് ഇലക്ട്രോലൈറ്റ് ആണ്, മൂന്ന് ഇലക്ട്രോളിസിസ് ആണ്, നാലാമത്തത് ഇലക്ട്രോ കെമിക്കൽ സെൽസ് ആണ്. ഓക്കെ, അപ്പോ ഈ 4 ടേംസും നമ്മൾക്ക് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് പരിചയപ്പെടുമ്പോൾ അറിയേണ്ട 4 ടേംസ് ആണ്. ഓക്കെ, ഇവിടെ ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ള പോലെ ഒരു ബീക്കറിനകത്ത് നമ്മൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുന്നു. ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് നമ്മൾ കാർബണിന്റെ 2 റോഡ്സ്, കാർബണിന്റെ 2 ദണ്ടുകൾ ഇമ്മേഴ്സ് ചെയ്ത് വെക്കുന്നു, ഇറക്കി വെക്കുന്നു. എന്നിട്ട് ഈ കാർബൺ ദണ്ടുകളെ നമ്മൾ ഒരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ ബാറ്ററിയുമായി കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അവിടെ ഇലക്ട്രിസിറ്റി, ബാറ്ററി എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത്? ഇലക്ട്രിസിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കും. ഇങ്ങനെയാണ് അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. യെസ്, ഇതിലെ ഒരു കാർബൺ ദണ്ട് കാണാൻ അങ്ങനെ ക്ഷയിച്ചു പോയിട്ടുണ്ടാവും, കാർബൺ റോഡ് ക്ഷയിച്ചു പോയിട്ടുണ്ടാവും. ഒരു കാർബൺ ദണ്ടുമ്പോ കാണാം ഒരു കോപ്പറിന്റെ ഇപ്പൊ നമ്മളെ വയറിന്റെ ഉള്ളിലൊക്കെ, നമ്മളെ ഇലക്ട്രിക്കൽ വയർ ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിലൊക്കെ കോപ്പറിന്റെ ചെമ്പ് കമ്പി കണ്ടിട്ടില്ല, അതിന്റെ കളറിലുള്ള ഒരു സാധനം പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാം ഒരു റോഡിന്റെ മുകളില്. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന്റെ കളർ ഒരു സ്കൈ ബ്ലൂ കളറായിട്ട് കാണുന്നുണ്ട് അല്ലെ. ഇത് ഒരു ബ്ലാക്ക്, ഒരു കറുത്ത കളറായിട്ട് മാറുന്നതും കാണാം ഇങ്ങനെ നമ്മൾ ബാറ്ററിയുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ ഇവിടെ എന്തോ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടുണ്ടെന്ന്? യെസ് അല്ലെ, തീർച്ചയായും നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന്റെ കളർ ചേഞ്ച് ആയതും ഒരു കാർബൺ റോഡ് ക്ഷയിച്ചു പോയതും ഒരു കാർബൺ റോഡിൽ വന്ന് കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്തതും അല്ലെ. ഇപ്പൊ നമ്മള് ഈ കാർബൺ റോഡിനെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ വെറുതെ വെച്ച് കഴിഞ്ഞിരുന്നെങ്കിൽ
ഇങ്ങനെ ഒരു റിയാക്ഷൻ ഓർ ഒരു ചേഞ്ച് അവിടെ നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കോ? ഇല്ല അല്ലെ? നമ്മൾ വെറുതെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. പക്ഷേ ഇവിടെ റിയാക്ഷൻ നടക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് എന്തായിരുന്നു? യെസ്, നമ്മൾ കണക്ട് ചെയ്ത ബാറ്ററി, ദാറ്റ് ഈസ് ഇലക്ട്രിസിറ്റി ആയിരുന്നു. ഓക്കെ, ദാറ്റ് ഈസ് the change in the color of copper sulfate solution and the deposition of copper at the electrodes prove that a chemical change has occurred. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന്റെ കളർ മാറിയതും ഒരു കാർബൺ തണ്ടിൽ വന്ന് കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്തതും നമുക്ക് എന്ത് തരുന്നു? അവിടെ ഒരു റിയാക്ഷൻ നടന്നു എന്ന ഒരു ചേഞ്ച് അവിടെ കാണിച്ചു തരുന്നു അല്ലെ? ഓക്കെ, ഇൻ ദിസ് റിയാക്ഷൻ copper sulfate decomposed with the absorption of electrical energy. The process in which a substance undergo decomposition by absorption of electric energy is known as electrolysis. അപ്പൊ നമ്മള് പറഞ്ഞു അല്ലെ, ഇവിടെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഡീകമ്പോസ്, അതായത് രണ്ടായി പിരിഞ്ഞിട്ടാണ് അവിടെ ഒരു കാർബൺ റോഡിൽ ചെന്ന് കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യാൻ കാരണം അല്ലെ? കാർബൺ റോഡിൽ എന്താണ്? കാർബൺ ഉണ്ടാവുക അല്ലെ? പിന്നെ കോപ്പർ എവിടുന്നാ കിട്ടി? ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എന്നാണ് കിട്ടിയത്. അങ്ങനെ അവിടെ കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യാൻ കാരണം എന്താണ്? ഇലക്ട്രിസിറ്റി പാസ് ചെയ്തപ്പോൾ, ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തപ്പോൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഡീകമ്പോസ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, ഇങ്ങനെ ഏതൊരു സബ്സ്റ്റൻസും ഇലക്ട്രിസിറ്റി ഓർ ഇലക്ട്രിക്കൽ എനർജി അബ്സോർബ് ചെയ്തിട്ട് ഡീകമ്പോസ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നു. ദാറ്റ് ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് എ സബ്സ്റ്റൻസ് അണ്ടർഗോസ് ഡീകമ്പോസിഷൻ ബൈ ദ അബ്സോർപ്ഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഈസ് നോൺ ആസ് ഇലക്ട്രോളിസിസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന ഒരു ടേം പരിചയപ്പെട്ടു അല്ലെ? ഇനി നമ്മൾ ഇലക്ട്രോഡ് എന്താണെന്ന് അറിയണം, അതുപോലെ തന്നെ ഇലക്ട്രോ ലൈറ്റ് എന്താണെന്ന് അറിയണം, ഇലക്ട്രോ കെമിക്കൽ സെൽസ് എന്താണെന്ന് അറിയണം. ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇലക്ട്രോലൈറ്റ് എന്താണെന്ന് നോക്കാം. ദാറ്റ് ഈസ് ഇലക്ട്രോലൈറ്റ് ആർ സബ്സ്റ്റൻസ് വിച്ച് അണ്ടർഗോ കെമിക്കൽ ചേഞ്ച് വെൻ ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ ദം. അതായത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് കെമിക്കൽ ചേഞ്ച് സംഭവിക്കുന്ന സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ കണ്ട റിയാക്ഷനില് ഓർ ഇപ്പൊ കണ്ട എക്സ്പെരിമെന്റില് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഡയലൂട്ട് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ്. അതിന് വേറെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ സോഡിയം ക്ലോറൈഡ്, സിൽവർ നൈട്രേറ്റ് പോലുള്ളവയെല്ലാം എന്താണ്? ഒരു ഇലക്ട്രോലൈറ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ആസിഡ്സ്, ആൽക്കലീസ് ആൻഡ് സാൾട്ട് ഇൻ ദ മോൾട്ടൻ ഫോം ആസ് വെൽ ആസ് ഇൻ അക്വസ് സൊല്യൂഷൻസ് ആർ ഇലക്ട്രോലൈറ്റ്. ആസിഡ്, ആൽക്കലി, സോൾട്ട്, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇപ്പൊ ഈ കോപ്പർ സൾഫേറ്റ് ഒക്കെ ആണെങ്കിൽ അതിന്റെ സോൾട്ട് അക്വസ് സൊല്യൂഷനിലും എന്താണ്? ഇലക്ട്രോലൈറ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ കഴിയും. അക്വസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ കലക്കുന്നതാണ് അക്വസ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പൊ ഇലക്ട്രോലൈറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? കെമിക്കൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് കെമിക്കൽ റിയാക്ഷന് വിധേയമാകുന്ന അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ചിന് വിധേയമാകുന്ന സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോ ഇലക്ട്രോളിസിസ് പറഞ്ഞു, ഇലക്ട്രോലൈറ്റ് പറഞ്ഞു. ഇനി ഇലക്ട്രോഡ് എന്താണെന്ന് നോക്കാം. ഹിയർ നമ്മളിപ്പോ കണ്ട എക്സ്പെരിമെന്റില് കാർബൺ ഒരു ഇലക്ട്രോഡാണ് അല്ലെ? കാർബൺ റോഡ് ഒരു ഇലക്ട്രോഡാണ്. അപ്പൊ ഇലക്ട്രോഡ് എന്താണ്? ദ റോഡ് വിച്ച് ആർ കണക്റ്റഡ് ടു ദി പോൾസ് ഓഫ് എ ബാറ്ററി and which transfer electricity to the electrolyte are known as electrode. അതായത് നമ്മൾ ബാറ്ററിന്റെ പോൾസ്, ബാറ്ററിന്റെ രണ്ട് പോസിറ്റീവും നെഗറ്റീവും ടെർമിനലുകൾ എൻഡുകളുമായി കണക്ട് ചെയ്യുകയും അതിലൂടെ ഇലക്ട്രിസിറ്റി ഇലക്ട്രോലൈറ്റിലേക്ക് എത്തുകയും ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് എന്താണോ അതാണ് ഇലക്ട്രോഡ്. ഓക്കെ, അപ്പോ ഇലക്ട്രോഡ് എന്താണ്? ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും ടെർമിനലുകളുമായി കണക്ട് ചെയ്യുകയും ഇലക്ട്രോലൈറ്റിലേക്ക് ഇലക്ട്രിസിറ്റി എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ് ഇലക്ട്രോഡ്സ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഒരു പിക്ചർ നോക്കൂ. എന്താണ്? ഇപ്പൊ നമ്മൾ എടുത്ത പോലെ ഒരു ബീക്കറിൽ
ഒരു ഇലക്ട്രോലൈറ്റ് എടുത്തിട്ടുണ്ട് അല്ലെ. ഇവിടെ എടുത്തിട്ടുള്ള ഇലക്ട്രോലൈറ്റ് എന്താണ്? ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ്. അപ്പൊ ഇലക്ട്രോലൈറ്റിന്റെ ഫംഗ്ഷൻ എന്താണ്? അത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഡീകമ്പോസ് ചെയ്യുന്നു. ഓക്കെ. അതുപോലെ ഇവിടെ എടുത്തിട്ടുള്ള 2 ഇലക്ട്രോഡ്സുകൾ ഏതൊക്കെയാണ്? ഒന്ന് സിങ്ക് ഇലക്ട്രോഡും ഒന്ന് കോപ്പർ ഇലക്ട്രോഡും ആണ്. ഇതിനെയും നമ്മളൊരു LED ബൾബുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. മുന്നത്തെ എക്സ്പെരിമെന്റിൽ എന്തായിരുന്നു? നമ്മളൊരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യായിരുന്നു ചെയ്തിരുന്നത് അല്ലെ. ഇവിടെ ഒരു LED കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ LED ഗ്ലോ ചെയ്യുന്നതാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ LED ഗ്ലോ ചെയ്യുന്നത്? എന്തോ ഒരു കെമിക്കൽ ചേഞ്ച് അവിടെ നടന്നിട്ടുണ്ട് അല്ലെ. അതുകൊണ്ടാണ് അവിടെ ആ LED ഗ്ലോ ചെയ്യാൻ കാരണം. അതായത് എന്താണ്? ഇതിന് ഗ്ലോ ചെയ്യാൻ വേണ്ട ഇലക്ട്രിസിറ്റി ഈ ഒരു സെറ്റപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അല്ലെ. ഹിയർ electricity is produced as a result of chemical reactions between acid and the metals kept in it. That is, ഇവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണം എന്താണ്? ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള ആസിഡ്, ദാറ്റ് ഈസ് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡും അതിലിറക്കി വെച്ചിട്ടുള്ള സിങ്ക് ആൻഡ് കോപ്പർ എന്ന 2 മെറ്റൽസ് ആണ് അല്ലെ. അപ്പൊ ഈ ഒരു മെറ്റൽസിന്റെയും ആസിഡിന്റെയും കെമിക്കൽ റിയാക്ഷൻ കൊണ്ടാണ് അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ LED ഗ്ലോ ചെയ്യാൻ കാരണം. ഓക്കെ. അപ്പൊ ഇതെന്താണ്? ഒരു ഇലക്ട്രിസിറ്റി ലിബറേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ് അല്ലെ. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത് ഇലക്ട്രിസിറ്റി അങ്ങോട്ട് കൊടുക്കുകയായിരുന്നു, അതായത് ഇലക്ട്രിസിറ്റി അബ്സോർബ് ചെയ്തിട്ട് നടക്കുന്ന ഒരു റിയാക്ഷൻ ആയിരുന്നു അല്ലെ. ഇപ്പൊ നമ്മൾ സെക്കൻഡ് കേസിൽ കണ്ട, അതായത് LED ഗ്ലോ ചെയ്തിട്ടുള്ള ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയുന്നത്. അതായത് ഈ അറേഞ്ച്മെന്റിൽ വരുന്നത് ഒരു ആസിഡ് ഉണ്ടായിരിക്കും, ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ടായിരിക്കും, ഇലക്ട്രോഡ് ഉണ്ടായിരിക്കും, പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രോഡിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു വയറോ അങ്ങനെ എന്തെങ്കിലും, നമുക്കിപ്പോ LED ആണ് വെക്കുന്നതെങ്കിൽ LED അതായത് അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി എന്തെങ്കിലും ഒരു സെറ്റപ്പ് കൊടുക്കണം. ഓക്കെ. അപ്പൊ ഈ ഒരു സെറ്റപ്പ് ഉള്ള അറേഞ്ച്മെന്റ്സിനെയാണ് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയുന്നത്. ഓക്കെ. ദാറ്റ് ഈസ് ദ അറേഞ്ച്മെന്റ്സ് ഇൻ വിച്ച് ഇറ്റ് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി as a result of chemical reaction are known as electrochemical cells. അപ്പോൾ ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ലിന്റെ അറേഞ്ച്മെന്റ് സെറ്റപ്പ് ഒക്കെ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ട എന്താണ് അവിടെ ഡ്രോ ചെയ്യേണ്ടത്? ഒരു ബീക്കർ എടുക്കുക, അതിലൊരു ഇലക്ട്രോലൈറ്റ്, ഒരു ഇലക്ട്രോഡ്, ദെൻ ആ ഇലക്ട്രോഡ്സിനെ കണക്ട് ചെയ്തിട്ട് ഒരു LED ബൾബ്, ഒരു സ്വിച്ച്. ഓക്കെ. നെക്സ്റ്റ്, എ ബാറ്ററി മെയ്ഡ് ഓഫ് ലെമൺസ്. കുറച്ച് ലെമൺസ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു ബാറ്ററി മേക്ക് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ട അറേഞ്ച്മെൻറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ടേക്ക് എ ഫ്യൂ ലെമൺസ് ആൻഡ് ഇൻ ഈച്ച് വൺ ഓഫ് ദം ഫിക്സ് എ കോപ്പർ റോഡ് ആൻഡ് സിങ്ക് സ്ട്രിപ്പ്. അപ്പോൾ കുറച്ച് ലെമൺസ് എടുത്തിട്ട് അതിന്മേൽ ഓരോന്നും നമ്മൾ ഒരു കോപ്പർ റോഡും അതുപോലെ ഒരു സിങ്ക് സ്ട്രിപ്പ്, സിങ്കിൻ്റെ ഒരു പീസും വെക്കുക. ദെൻ കണക്ട് ദ സിങ്ക് സ്ട്രിപ്പ് ഓൺ 1 lemon ടു ദി കോപ്പർ റോഡ് ഓഫ് ദി നെക്സ്റ്റ് ലെമൺ. ഒന്നാമത്തെ ലെമൺമേലുള്ള സിങ്ക് സ്ട്രിപ്പ് രണ്ടാമത്തെ ലെമണിൻ്റെ കോപ്പർ റോഡുമായി കണക്ട് ചെയ്യുക. സോ സെക്കൻഡ് ലെമൺമേലുള്ള സിങ്ക് സ്ട്രിപ്പ് അവിടെ ഫ്രീ ആയിരിക്കും അല്ലേ. അത് തേർഡ് കോപ്പർ റോഡുമായിട്ട് കണക്ട് ചെയ്യുക, തേർഡ് ലെമണത്തെ കോപ്പർ റോഡായി കണക്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ ഈ കണക്ഷൻ എത്ര ലെമൺ വെച്ചിട്ടുണ്ടോ അത്രത്തോളം നമ്മൾ ആ കണക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് കണക്ട് ദ കോപ്പർ റോഡ് ഓൺ ദി ഫസ്റ്റ് ലെമൺ and the zinc strip on the last lemon to a LED using a conducting wire. ഇപ്പം നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തെ ലെമൺമേലുള്ള കോപ്പർ റോഡും ലാസ്റ്റിലുള്ള ലെമൺമേലുള്ള സിങ്ക് സ്ട്രിപ്പും ഫ്രീ ആയിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യുക? ഒരു കണ്ടക്റ്റിംഗ് വയർ യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യുക. ആ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിലൊരു LED വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാം ദ LED ഗ്ലോസ്. ഈ LED എന്ത് ചെയ്യും? ഗ്ലോ ചെയ്യും. ദെൻ വാട്ട് ഈസ് ദ റീസൺ ഫോർ
LED ഗ്ലോ. LED ഗ്ലോ ചെയ്യാനുള്ള കാരണം എന്താണ്? യെസ്, lemon like fruits contain acids. Electricity is produced here by the reaction of these acids with metals. അതായത് പല ഫ്രൂട്ട്സിലും പല ആസിഡ്സുകൾ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവ നമ്മൾ കൊടുക്കുന്ന മെറ്റൽസ്, അതായത് സിങ്ക്, കോപ്പർ ഒക്കെ നമ്മളിവിടെ കൊടുത്തില്ലേ, അതുമായി റിയാക്ട് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇപ്പം നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്നതുമായ കുറച്ച് റിയാക്ഷൻസ് പരിചയപ്പെട്ടു. ഇങ്ങനെ കെമിക്കൽ റിയാക്ഷൻസ് ഇൻ വിച്ച് ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺസ്യൂംഡ് ഓർ പ്രൊഡ്യൂസ്ഡ് ആർ നോൺ ആസ് ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻസ്. അതായത് ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജീനെ പുറത്തു വിടുന്നതോ ആയിട്ടുള്ള റിയാക്ഷൻസിനെയാണ് നമ്മൾ ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. So today we are discussed with what is photochemical reactions and also electrochemical reactions. അപ്പോൾ ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻസിലാണ് കുറച്ച് ന്യൂ ടേംസ് വന്നത് അല്ലേ? ഇലക്ട്രോഡ്, ഇലക്ട്രോലൈറ്റ്, ഇലക്ട്രോളിസിസ്, ദെൻ ഇലക്ട്രോകെമിക്കൽ സെൽസ്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇലക്ട്രോകെമിക്കൽ റിയാക്ഷനുമായി റിലേറ്റ് ചെയ്തൊരു ടോപ്പിക്കാണ് വരുന്നത്. അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.